വചനമൊഴി ഏപ്രിൽ 1. വചനഭാഗം 2 Korinthos 9:10-15, ലൂക്കായുടെ സുവിശേഷം 10:33-37. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി തന്റെ മൃഗത്തിന്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ പരിചരിച്ചു കൊള്ളണം. കൂടുതൽ എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നത് എന്നാണ് നീ വിചാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ഈശോ അവനോട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് നല്ല സമറായന്റെ ഉപമയാണ്. ഈശോ നല്ല സമറായന്റെ ഉപമ പറയുമ്പോൾ നമ്മോട് പറഞ്ഞു തരുന്ന സന്ദേശം, വഴിയരികിൽ വീണ് കിടക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും നിന്റെ സഹായഹസ്തം അവനു വേണ്ടി നീട്ടണം എന്ന സന്ദേശമാണ്. ഈ ഉപമയിലെ സമരിയാക്കാരൻ ഈശോ തന്നെയാണ്. ആ വഴി കടന്നുപോയ പുരോഹിതനും ലേവായനും പഴയ നിയമത്തിന്റെ പ്രതീകങ്ങളാണ്. നിയമഗ്രന്ഥത്തിന്റെയും പ്രവാചക ഗ്രന്ഥത്തിന്റെയും പ്രതീകങ്ങളായിട്ട് നിൽക്കുന്നു. പഴയ നിയമത്തെ പ്രതിനിധീകരിക്കുകയാണ്. വഴിവക്കിൽ വീണ് കിടക്കുന്ന മനുഷ്യൻ മനുഷ്യകുലത്തിന്റെ പ്രതീകമാണ്. തിന്മയുടെ ശക്തികളാൽ ആക്രമിക്കപ്പെട്ട് വീണ് കിടക്കുന്ന മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ പാപത്തിൽ വീണ് അകന്നുപോയ മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിന്റെ സംഭവമാണ്. പഴയ നിയമം മനുഷ്യനെ തേടി വന്നെങ്കിലും അതിന് മനുഷ്യന് പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ മിശിഹായുടെ വരവിലൂടെ മനുഷ്യനെ വീണ്ടെടുത്തു. മനുഷ്യനെ സൗഖ്യം നൽകുവാനായി മിശിഹ വന്നു. അവിടുന്ന് അവനെ തോളിലേറ്റി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കുന്നു. ഈശോ മിശിഹായിലൂടെ നിറവേറിയ രക്ഷാകര ചരിത്രമാണ് ഈ രക്ഷയുടെ സംഭവം. അവിടുന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി സ്ഥാപിച്ച സഭയാണ് സത്രം. സഭയുടെ ശുശ്രൂഷകരാണ് സത്രത്തിന്റെ സൂക്ഷിപ്പുകാര്. സഭയ്ക്ക് അവിടുന്ന് ഫലമേൽപ്പിച്ച കുദാശകളും ദൈവവചനവുമാണ് 2 നാണയങ്ങൾ. സഭ ആ നാണയങ്ങൾ ഉപയോഗിച്ച് മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക, അവരെ സൗഖ്യം നൽകുക. എന്തെങ്കിലുമൊക്കെ കുറവ് ഉണ്ടാകുന്നുവെങ്കിൽ മിശിഹായുടെ ആഗമനത്തിൽ മിശിഹ അത് പരിഹരിക്കുമെന്നാണ് പറഞ്ഞത്. സഭ തൻ്റെ ദൗത്യം, ഈ ശുശ്രൂഷ ദൗത്യം, സൗഖ്യദായകമായ ശുശ്രൂഷ, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യകുലത്തെ, പ്രത്യേകിച്ച് ആത്മീയമായി മുറിവേറ്റ് കിടക്കുന്നവരെ, അതുപോലെ തന്നെ ഭൗതികമായും വഴിവെക്കിൽ വീണ് കിടക്കുന്നവരെ, ജീവിതയാത്രയിൽ പല വിധത്തിൽ വീണ് കിടക്കുന്നവരെ ശുശ്രൂഷിക്കുവാനായിട്ട്, സംരക്ഷിക്കുവാനായിട്ടുള്ള ദൗത്യമാണ്. നിന്റെ സഹോദരന് കാവൽക്കാരനായി, നിന്റെ സഹോദരന് അയൽക്കാരനായി വർത്തിക്കുവാനായിട്ടുള്ള ക്ഷണമാണ് തിരുവചനം നൽകുന്നത്. മിശിഹ നല്ല സമരായനായി വർത്തിച്ചതുപോലെ മിശിഹയുടെ അനുയായികളും നല്ല സമരായരായി വർത്തിക്കണമെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. അനുദിന ജീവിതയാത്രയിൽ വഴി സൈഡിൽ വീണു പോകുന്നവർക്ക് സഹായിയായി, അത്താണിയായി വർത്തിക്കുവാൻ, നല്ല സമരിയാക്കാരനായി വർത്തിക്കുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.